അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആൻ വിവരണം 23-ാം അധ്യായം സൂറ മുഅ്മിനൂൻ. മക്കയിൽ അവതരിച്ച ഈ സൂറത്തിൽ 118 വചനങ്ങളാണുള്ളത്. 75, 76, 77 എന്നീ ആയത്തുകൾ മദീനയിലാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون. തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. الذين هم في صلاتهم خاشعون. അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ ഭക്തി കാണിക്കുന്നവർ. والذين هم عن اللغو معرضون. വ്യർത്ഥമായ കാര്യത്തിൽ നിന്നും തിരിഞ്ഞു കളയുന്നവരും. والذين هم للزكاة فاعلون. സകാത്ത് വിശുദ്ധ ധർമ്മം ചെയ്യുന്നവരും. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ. തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിച്ചു വരുന്നവരും. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും فإنهم غير ملومين. തങ്ങളുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ തങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയവരെയോ സംബന്ധിച്ചൊഴികെ, കാരണം നിശ്ചയമായും അവർ ആക്ഷേപിക്കപ്പെട്ടുകൂടാത്തവരാകുന്നു. فمن ابتغى وراء ذلك فأولئك هم العادون. എന്നാൽ അതിനപ്പുറം ആരെങ്കിലും തേടുന്നതായാൽ അക്കൂട്ടർ തന്നെയാണ് അതിരുവിട്ടവർ. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. തങ്ങളുടെ അമാനത്ത്, വിശ്വസ്തത, അമാനത്തുകളെയും ഉടമ്പടിയെയും പാലിച്ചു വരുന്നവരും. വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ. തങ്ങളുടെ നമസ്കാരങ്ങളെ പറ്റി സൂക്ഷിച്ചു പോരുന്നവരും. ഇങ്ങനെയുള്ള സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഉലൈക ഹുമുൽ വാരിസൂൻ. അക്കൂട്ടർ തന്നെയാണ് അനന്തരാവകാശികൾ. അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. അതായത് ഫിർദൗസിനെ, ഉന്നത സ്വർഗത്തെ അനന്തരാവകാശമെടുക്കുന്നവർ. അവർ അതിൽ നിത്യവാസികളും ആയിരിക്കുന്നതാണ്. കഴിഞ്ഞ സൂറത്തിന്റെ അവസാനത്തിൽ സത്യവിശ്വാസികൾക്ക് വിജയം സിദ്ധിക്കുവാനുള്ള ചില ഉപദേശ നിർദ്ദേശങ്ങൾ അല്ലാഹു നൽകി. ആ ഉപദേശങ്ങൾ അനുസരിച്ചു പോരുന്നവരുടെ ലക്ഷണങ്ങളും അവരിൽ ആവശ്യമുണ്ടായിരിക്കേണ്ടുന്ന ഗുണങ്ങളും ഈ സൂറത്തിന്റെ ആദ്യത്തിൽ വിവരിക്കുന്നു. പ്രസ്തുത ഗുണങ്ങളുള്ള സത്യവിശ്വാസികളുടെ വിജയം തീർച്ചപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഈ പ്രസ്താവനയുടെ അവസാനത്തിൽ 10ഉം 11ഉം വചനങ്ങളിൽ ആ വിജയം എന്താണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ മഹാഭാഗ്യത്തിന് അർഹരായിത്തീരുന്ന സത്യവിശ്വാസികളുടെ 7 സവിശേഷതകളാണ് ഇതിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. 1. നമസ്കാരത്തിൽ ഭക്തി കാണിക്കുക. കഴിഞ്ഞ സൂറത്തിന്റെ അവസാനത്തിൽ നമസ്കാരത്തിന് കൽപ്പിക്കപ്പെട്ട പ്രാധാന്യം നാം കണ്ടുവല്ലോ. അതേ നമസ്കാരത്തെ പറ്റി തന്നെയാണ് ഇവിടെയും ആവർത്തിച്ച് ഉണർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ സൂറത്തിലെ 77-ാം വചനത്തിൽ നമസ്കാരം നിർവഹിക്കുവാനും 78-ൽ അതിനെ നിലനിർത്തി പോരുവാനുമായിരുന്നു ഉണർത്തിയത്. ഇവിടെ ആദ്യമായി 2-ാം വചനത്തിൽ നമസ്കാരം നടത്തുന്നത് ഭക്തിയോടുകൂടി ആയിരിക്കണമെന്ന് ഉണർത്തുന്നു. പിന്നീട് 9-ാം വചനത്തിൽ അതിനെപ്പറ്റി സൂക്ഷിച്ചു പോരണമെന്നും ഓർമ്മിപ്പിക്കുന്നു.
സത്യവിശ്വാസികളുടെ സവിശേഷതകളിൽ ഒന്നാമത്തേതായി ഇവിടെ പ്രസ്താവിച്ചതും നമസ്കാരത്തിന്റെ കാര്യം തന്നെ. നമസ്കാരം എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കടമയും പുണ്യകർമ്മവുമാണെന്നും ഇസ്ലാമിൽ അതിനുള്ള സ്ഥാനം എത്ര മഹത്തായതാണെന്നും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. സർവജ്ഞനും സർവാധികാരിയുമായ അള്ളാഹുവിന്റെ മുമ്പിലാണ് അവന്റെ എളിയ അടിയാനായ താൻ നിൽക്കുന്നതെന്ന ബോധത്തോടെ താഴ്മയും വിനയവും അർപ്പിച്ചുകൊണ്ട് ഭയഭക്തനായ നിലയിൽ നമസ്കാരം നിർവഹിക്കുക. ഇതാണ് നമസ്കാരത്തിലെ ഭക്തി, ഖുശൂഅ്. ഖിബലയുടെ നേർക്കും കീഴ്പോട്ട് സുജൂദിന്റെ സ്ഥാനത്തേക്കും നോക്കുക. മേൽപോട്ടും ഇതര ഭാഗങ്ങളിലേക്കും ശ്രദ്ധയെ ആകർഷിക്കുന്ന വസ്തുക്കളിലേക്കും നോക്കാതിരിക്കുക. ഓതുന്ന ഖുർആൻ വാക്യങ്ങളുടെയും ചൊല്ലുന്ന ദിക്റുകളുടെയും അർത്ഥമോർത്തുകൊണ്ടും ഉറ്റാലോചിച്ചുകൊണ്ടും ഇരിക്കുക. അള്ളാഹുവിനെയും അവന്റെ ശക്തി മാഹാത്മ്യങ്ങളെയും ഓർക്കുക. അടിയന്തിരമായി നേരിട്ട ആവശ്യങ്ങൾ നിർവഹിച്ച് ഹൃദയം സ്വസ്ഥമാക്കിയ ശേഷം നമസ്കാരത്തിൽ പ്രവേശിക്കുക. കണ്ണിനും കാതിനും സ്വസ്ഥത ലഭിക്കാത്ത സ്ഥലങ്ങളിൽ നമസ്കരിക്കുവാൻ നിൽക്കാതിരിക്കുക മുതലായ കാര്യങ്ങൾ ഇതിനു സഹായകമായി തീരുന്നു. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി നബിവചനങ്ങളിലും മഹാന്മാരുടെ വാക്കുകളിലും പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ട് കാണുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാലത്ത് നമസ്കാരത്തിൽ ആകാശത്തേക്ക് നോക്കാറുണ്ടായിരുന്നുവെന്നും ഈ ഖുർആൻ വാക്യം അവതരിച്ചതോടെ അത് നിർത്തൽ ചെയ്ത് സുജൂദിന്റെ തല നിലത്തു വെക്കുന്ന സ്ഥാനത്തേക്ക് നോക്കി വന്നിരുന്നുവെന്നും ഹാക്കിം റഹിമഹുല്ല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ വന്നിരിക്കുന്നു. മുസ്ലിം റഹിമഹുല്ല നിവേദനം ചെയ്യുന്ന വേറെ ഒരു ഹദീസിൽ നമസ്കാരത്തിൽ മേൽപോട്ട് നോക്കുന്നതിനെ കർശനമായി നിരോധിച്ചിട്ടുമുണ്ട്. നമസ്കാരത്തിൽ അങ്ങുമിങ്ങും തിരിഞ്ഞു നോക്കുകയെന്നത് നമസ്കാരത്തിൽ നിന്നും പിശാച് തട്ടിയെടുത്തു കൊണ്ടുപോകലാണെന്ന് ബുഖാരിയും ഇമാം മുസ്ലിമുമെല്ലാം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലും കാണാം. ഇതുപോലെ ശ്രദ്ധയെ തിരിച്ചു കളയുന്ന പലതിനെപ്പറ്റിയും ഹദീസുകളിൽ വിരോധിച്ചിട്ടുണ്ട്. സ്വലാത്തുൻ ബിലാ ഖുശൂഇൻ ജസദിൻ ബിലാ റൂഹിൻ. ഭക്തി കൂടാതെയുള്ള നമസ്കാരം ആത്മാവില്ലാത്ത ശരീരമാണ് എന്ന് പോലും ചില മഹാന്മാർ പറയുന്നു. ഒരടിയായി വേഗത്തിലങ്ങ് നിർവഹിച്ചേക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ഭക്തിപൂർവം നമസ്കരിക്കുക എന്നുള്ളത്. കഴിയുന്നതും ഭക്തി പ്രകടമാക്കണമെന്ന ദൃഢനിശ്ചയത്തോടുകൂടിയും അതിനായി അള്ളാഹുവോട് സഹായം അർത്ഥിച്ചുകൊണ്ടും നമസ്കരിക്കുമ്പോൾ ഏറെക്കുറെ അത് സാധ്യമാകാതിരിക്കുകയില്ല. നമസ്കാരത്തിന്റെ കടമ നിർവഹിച്ചുവെന്നും നിർബന്ധം നിറവേറ്റിയെന്നും വരുവാൻ ഈ ഭക്തമനസ്ഥിതി ഖുശൂഅ് ഒരു നിബന്ധനയായി ഭൂരിപക്ഷം പണ്ഡിതന്മാർ എണ്ണിവരുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ പ്രീതിയും നമസ്കാരത്തിന്റെ മഹത്തായ ഫലങ്ങളും ലഭിക്കുവാൻ അത് അനിവാര്യമാണെന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസവുമില്ല. നമസ്കാരത്തിന്റെ ആവശ്യം തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് എന്നെ സ്മരിക്കുവാൻ വേണ്ടി നമസ്കാരം നിലനിർത്തുക എന്നാണ്.